വിമർശിക്കുന്നവരെയെല്ലാം ഞാൻ തീർത്ത് കളയും, എന്നോടാരും വിമർശിക്കാൻ നിൽക്കണ്ട, ഞാൻ പറയുന്നത് മാത്രം കേട്ടാൽ മതി. കേരളത്തിലെ മുഖ്യമന്ത്രിക്കും ഇതേ നിലപാടാണ്. ഇതേ നിലപാട് തന്നെയാണ് അമേരിക്കയിലെ ട്രംപിനും. ട്രംപ് പറയുന്നത് ഇടതുപക്ഷം, അതായത് അമേരിക്കയിലെ ഇടതുപക്ഷക്കാരെല്ലാം ഭീകരവാദികളെന്നാണ്. എന്താണ് സംഭവം? അമേരിക്കയിലെ ഇടതുപക്ഷം എന്നല്ല, തീവ്ര ഇടതുപക്ഷം. ഈ ഫാസിസ്റ്റ് എന്ന് കേട്ടിട്ടുണ്ടോ? ഫാസിസ്റ്റ് എന്ന് പറഞ്ഞാൽ വർഗീയവാദി, വംശീയവാദി എന്നൊക്കെയാണ് അതിൻ്റെ മലയാളം. അപ്പോൾ അതിനെതിരെ പ്രവർത്തിക്കുന്നവരെ ആൻറ്റി ഫാസിസ്റ്റ് എന്ന് വിളിക്കും. അതായത് വർഗീയതയ്ക്കും വംശീയതയ്ക്കും എതിരെ ജനാധിപത്യപരമായി പ്രതികരിക്കുന്നവരെയൊക്കെ നമ്മൾ ആ രീതിയിലാണ് വിശേഷിപ്പിക്കുക, ആൻറ്റി ഫാസിസ്റ്റ് സംഘടനകൾ. പക്ഷേ ഈ മുള്ളിനെ മുള്ളുകൊണ്ട് എതിർക്കണമെന്ന് ചിന്തിക്കുന്നത് വേറെ വിധത്തിലാവും. ഇപ്പം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അതിൻ്റെ ഒരു നയപരിപാടികളിൽ വിപ്ലവമാണ് അവരുടെ ഫസ്റ്റ് അജണ്ട. അവർക്ക് ഈ ജനാധിപത്യ രീതികളോട് സമരസപ്പെട്ട് നിൽക്കുക. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ CPM ഭരിക്കുന്നുണ്ട്. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിയിൽ അധികാരം കൈയാളുക എന്നുള്ളത് അവരുടെ അജണ്ടയിലുള്ള കാര്യമല്ല. അവർക്ക് വിപ്ലവം മാത്രമാണ്. അതായത് തൊഴിലാളി മുതലാളി ആ ഒരു ഇതില്ല. തൊഴിലാളികൾ ഭരിക്കണം എന്നുള്ളൊരു ചിന്താഗതിയാണ്. തൊഴിലാളികളിലൂടെ വിപ്ലവം നടപ്പിലാക്കണമെന്ന് ചിന്താഗതി ഉള്ളവരാണ്. അപ്പോൾ ഇതാണ് കറക്റ്റ് ഇടതുപക്ഷം. അതിൻ്റെ തീവ്ര സ്വഭാവം വരുമ്പോഴാണ് ഈ അവസ്ഥ. ഇപ്പോൾ അമേരിക്കയിൽ വലതുപക്ഷ ശക്തികൾ, അതായത് ഇടതുപക്ഷം എന്താണോ ചിന്തിക്കുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ചിന്തിക്കുന്നതാണ് വലതുപക്ഷം. അതായത് വംശീയമായി വർഗീയമായി ചിന്തിക്കുന്ന ആൾക്കാർ. ഇപ്പോൾ ട്രംപ് അതിൻ്റെ ഏറ്റവും വലിയൊരു വക്താവാണ്. അപ്പോൾ ട്രംപിൻ്റെ ഏറ്റവും വലിയ അനുയായിയായിരുന്നു ചാർലി കിർക്ക്. അല്ലെങ്കിൽ ട്രംപിനെ ആ സ്ഥാനത്ത് അവരോധിക്കാൻ വേണ്ടി രാപകൽ അധ്വാനിച്ച ഒരു വംശീയവാദിയായിരുന്നു ചാർലി കിർക്ക്. 31 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അതിനെതിരെ ചിന്തിക്കുന്ന ഒരു 22 വയസ്സുകാരൻ്റെ വെടിയേറ്റ് അയാൾ പടവായി. അപ്പോൾ എന്തുകൊണ്ട് ചാർലി കിർക്ക് കൊല്ലപ്പെട്ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ വേദിയിൽ വെച്ച് അയാൾ ഈ സ്വവർഗ ലൈംഗികതയെ ആക്ഷേപിക്കുന്ന തരത്തിൽ സംസാരിച്ചു. അപ്പോൾ ഈ വെടിവെച്ച കൊലപ്പെടുത്തിയ ആൾക്ക് ഇത്തരത്തിൽ സ്വവർഗ അനുരാഗിയാണ് അയാൾ രീതി ജീവിതം നയിക്കുന്നയാളാണ്. അപ്പോൾ അയാൾ പ്രകോപിതനായി നേരത്തെ തന്നെ ഇയാളെ തട്ടാനായിട്ട് പ്ലാൻ ചെയ്ത് നടന്നതാണ്. കാര്യം ഇയാൾ കിട്ടുന്ന വേദികളെല്ലാം ഇത്തരം വിഷം തുപ്പുന്ന ഒരാളാണ് ഈ ചാർലി കിർക്ക് എന്ന് പറയുന്ന ആൾ. പ്രത്യേകിച്ച് ഇന്ത്യക്കാരെ ഒന്നും കണ്ണെടുത്താൽ കണ്ടുകൂടാ. അല്ലെങ്കിൽ ഈ തൊലി വെളുപ്പില്ലാത്ത ആൾക്കാരെയൊക്കെ അവിടെ അമേരിക്കയിൽ വെച്ച് പൊറിപ്പിക്കാൻ പാടില്ല എന്ന് നിലപാടെടുക്കുന്നയാളാണ്. കറുത്ത വർഗ്ഗക്കാരെ തീരെ കണ്ടുകൂടായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ആളെ വധിച്ച അതായത് ഈ ഒരു 22 വയസ്സുകാരൻ അത് പിടിയിലായി. അപ്പോൾ ഇപ്പോൾ ഇത് ഒരു ഇടതുപക്ഷ തീവ്ര രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ്. ആൻറ്റി ഫാസിസ്റ്റ് സംഘടനകളുടെ അജണ്ടയാണ് നടപ്പിലാക്കപ്പെട്ടതെന്നാണ് ട്രംപിൻ്റെ കണ്ടുപിടുത്തം. അങ്ങനെ ഈ ആൻറ്റി ഫാസിസ്റ്റ്, അതിനവിടെ വിളിക്കുക ആൻറ്റിഫ, അതിൻ്റെ ഷോർട്ട് ഫോമാണ്. അപ്പോൾ ഈ ആൻറ്റിഫ സംഘടനകളെയെല്ലാം അങ്ങ് തീവ്രവാദ സംഘടനകളായിട്ട്, ഭീകരവാദ സംഘടനകളായിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ പ്രഖ്യാപിച്ചേക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയിലെ കുറിപ്പ് ഇങ്ങനെയാണ്. അതായത് അമേരിക്കയിലെ എല്ലാ രക്തസാക്ഷികൾക്കും വേണ്ടി, അതായത് ഈ കടുത്ത വംശീയ പരാമർശം നടത്തിയ, വർഗീയ പരാമർശം നടത്തിയ ഈ ചാർലി കിർക്കിനെ ട്രംപ് നേരത്തെ വിശേഷിപ്പിച്ചത് അയാൾ രാജ്യത്തിൻ്റെ ഒരു രക്തസാക്ഷിയാണെന്നാണ്. കടുത്ത ദേശസ്നേഹിയാണ് ചാർലി കിർക്ക് എന്നൊക്കെയാണ്. അപ്പോൾ അത്തരം ദേശസ്നേഹികൾക്ക് വേണ്ടി, രക്തസാക്ഷികൾക്ക് വേണ്ടി ഞാൻ പറയുന്നു, ഈ പറയുന്ന രീതിയിൽ അപകടകാരികളായ, റാഡിക്കൽ ലെഫ്റ്റായ, ദുരന്തമായ ഈ ആൻറ്റി ഫാസിസ്റ്റ് സംഘടനയെ ഞാൻ ഭീകരവാദ സംഘടനയായിട്ട് പ്രഖ്യാപിക്കുന്നു. ഇപ്പം ഇവർക്കുള്ള എല്ലാത്തരം ഫണ്ടിങ്ങും ഇവരുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഇടപാടുകളും, അല്ലെങ്കിൽ ഇവരാരൊക്കെ പിന്തുണയ്ക്കുന്നുണ്ടോ ഇത് സംബന്ധിച്ചും അമേരിക്കയുടെ അന്വേഷണ വിഭാഗങ്ങളുടെ നിലവാരമനുസരിച്ച് ഏറ്റവും മികച്ച അന്വേഷണം നടത്തി നടപടിയെടുക്കും എന്നാണ് ട്രംപ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതായത് അമേരിക്കയിലെ കടുത്ത തീവ്ര വലതുപക്ഷ വിഭാഗം നടത്തുന്ന വർഗീയ വംശീയ ഇടപാടുകൾക്കെതിരെ പ്രതികരിക്കുന്നവർക്കെതിരെ ഇനി കടുത്ത നടപടി ഉണ്ടാകും. അവരെ ഭീകരവാദികളായി കണ്ട് ആ രീതിയിൽ നടപടി ഉണ്ടാകും എന്നുള്ളതാണ് ഈ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ആധാരമായിട്ട് മറ്റൊരു സംഗതിയും കൂടി ഉണ്ടായിട്ടുണ്ട്. ഈ വൈറ്റ് ഹൗസിലെ ഡെപ്യൂട്ടി ചീഫ് ഓഫ് സ്റ്റാഫ് സ്റ്റീഫൻ മില്ലർ, അയാൾ കഴിഞ്ഞ ദിവസം ഒരു വെളിപ്പെടുത്തൽ നടത്തി. ഈ ചാർലി കിർക്ക് മരിക്കുന്നതിന് തൊട്ട് മുമ്പ് ഇയാൾക്ക് അയച്ചൊരു സന്ദേശത്തിൽ ചാർലി കിർക്ക് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിൽ മുഖമില്ലാത്ത കടുത്ത ആൻറ്റി ഫാസിസ്റ്റ് സംഘടനകളെ, അതായത് തീവ്ര ഇടതുപക്ഷക്കാരെ, അവർക്ക് മുഖമില്ല. കാരണം അവർ ചിന്നിച്ചെതറി പല ഗ്രൂപ്പുകളിലായിട്ട്, ചിലർ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് പ്രതികരിക്കുന്നവരാകും വ്യാജ ഐഡികൾ ഉപയോഗിച്ച്. അവർക്കൊരു നേതാവോ ഒരു സംഘടനയൊന്നുമില്ല. ഒരു ചെറിയ കൂട്ടങ്ങളായി വന്ന് ഒരു പൊതു അജണ്ട നടപ്പിലാക്കുന്നവരാണ് ഈ തീവ്ര ഇടതുപക്ഷം അമേരിക്കയിൽ. അപ്പോൾ അത്തരത്തിൽ ഈ മുഖമില്ലാത്ത സംഘടനകൾക്കെതിരെ കടുത്ത നടപടിയെടുക്കാൻ യോജിച്ച പ്രവർത്തനം വേണമെന്ന്
ഈ പറയുന്ന ചാർലി കിർക്ക് ഈ സ്റ്റീഫൻ മില്ലർക്ക് സന്ദേശം അയച്ചിരുന്നു. ഇയാളുടെ മരണശേഷമാണ് ഇത് വെളിപ്പെടുത്തിയത്. തൊട്ടു പിന്നാലെയാണ് ട്രംപ് ഇത്തരത്തിൽ തീവ്ര ഇടതുപക്ഷക്കാരെ എല്ലാം ഭീകരവാദ സംഘടനകളായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് നിലപാടെടുക്കുന്നത്. ഈ പ്രഖ്യാപനം നടത്തിയിരിക്കുന്ന സ്ഥലവും ശ്രദ്ധിക്കണം. ട്രംപ് ഇപ്പോൾ ഉള്ളത് UK-യിലാണ്. UK-യിൽ കഴിഞ്ഞ ദിവസമാണ് കടുത്ത വർഗീയവാദികൾ, വംശീയവാദികൾ അല്ലെങ്കിൽ തീവ്ര വലതുപക്ഷക്കാർ ഇത്തരത്തിൽ അതായത് ഈ ചാർലി കിർക്കിനെ പോലെയുള്ളൊരു വട്ടൻ അവിടെയുണ്ട്. അയാളുടെ നേതൃത്വത്തിൽ വലിയ ഒരു എന്താ പറയുക ശക്തി പ്രകടന ജാഥ നടന്ന സ്ഥലമാണ് UK. അവിടെ ഇപ്പോൾ ട്രംപ് സന്ദർശിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അവർക്കൊരു മൈലേജ് കൂടി കിട്ടട്ടെ എന്ന തരത്തിലാണ് ഇപ്പോൾ ട്രംപ് അവിടെ ഇരുന്നുകൊണ്ട് ഈ ഉത്തരവ് ഇപ്പോൾ ഇറക്കിയേക്കുന്നത്. അപ്പോൾ ഈ ആൻറ്റി ഫാസിസ്റ്റ് സംഘടനകളെ, അതായത് 2020 മുതൽ ഇപ്പോൾ 2025 അപ്പോൾ ഒരു 5 വർഷം മുമ്പ് തന്നെ ട്രംപ് ഇവർക്കെതിരെ കടുത്ത നിലപാടെടുത്ത ഒരാളാണ്. അന്നു മുതലേ ഈ ആൻറ്റി ഫാസിസ്റ്റ് സംഘടനകളെ നിരോധിക്കണം, അവർക്കെതിരെ നടപടി എടുക്കണമെന്ന് വാദിച്ചിരുന്ന ആളാണ്. ഇപ്പോൾ മോങ്ങാനിരുന്ന നായയുടെ തലയിൽ തേങ്ങ വീണു എന്നും പറഞ്ഞ പോലെ അവസ്ഥയിലാണ്. കിട്ടിയ അവസരം ട്രംപ് എടുത്ത് ചാമ്പുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ. അപ്പോൾ ഇത്തരത്തിൽ ഈ ഭീകരവാദ സംഘടനകളെ, ഏതൊക്കെ സംഘടനകളെ ഭീകരവാദികളാക്കാം അതിനെക്കുറിച്ചൊക്കെ നിരീക്ഷിക്കുന്ന ഒരു സമിതിയുണ്ട്. അതിൻ്റെ പേര് സെന്റർ ഫോർ സ്ട്രാറ്റജിക് ആൻഡ് ഇന്റർനാഷണൽ സ്റ്റഡീസ്. അപ്പോൾ അവർ ഈ ആൻറ്റി ഫാസിസ്റ്റ് സംഘടനകളെ വിശേഷിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ഇത് അസംഘടിതമായ ഒരു കൂട്ടായ്മയാണ്. അവർക്ക് ഈ ഇത്തരത്തിൽ, അതായത് വർഗീയമായി, വംശീയമായി അല്ലെങ്കിൽ അത്തരത്തിൽ തീവ്ര വലതുപക്ഷമായി ചിന്തിക്കുന്നവർക്കെതിരെ നിലപാടുകൾ എടുക്കുന്ന അസംഘടിതമായ കൂട്ടായ്മയാണ് ഈ ആൻറ്റി ഫാസിസ്റ്റ് സംഘടനകൾ എന്ന് വിശേഷിപ്പിക്കുന്നതാണ് ഇവർ പറയുന്നത്. അപ്പം അത്തരത്തിൽ അമേരിക്കയിലും അവർക്ക് ഒരു രാഷ്ട്രീയ നേതൃത്വമില്ല, ഒരു അസംഘടിതമായൊരു കൂട്ടായ്മയാണ് ഇപ്പോഴും അവിടെ പ്രവർത്തിക്കുന്നത്. ഇതിനിടയിൽ മറ്റൊരു സംഗതി കൂടി ഉണ്ടായി. അമേരിക്കയിൽ ഒരു ടെലിവിഷൻ അവതാരകയുണ്ട്. അയാളുടെ പേര് ജിമ്മി കെമ്മൽ എന്നാണ്. അദ്ദേഹം ഈ വൈകുന്നേരങ്ങളിൽ ഈ സറ്റയർ പരിപാടികൾ നമ്മുടെ TV ചാനലിൽ നടക്കാറുണ്ടല്ലോ, ആക്ഷേപഹാസ്യ പരിപാടി. ഇതേപോലെ ABC എന്നും പറഞ്ഞ് അമേരിക്കയിൽ ഒരു ചാനലുണ്ട്. അപ്പോൾ അതിൽ ഒരു ആക്ഷേപഹാസ്യ പരിപാടി, ഈ വൺ മാൻ ഷോ പോലെ നടത്തുന്ന ഒരാളാണ്. ഇയാൾ ഈ ചാർലി കിർക്കിൻ്റെ മരണശേഷം ഒരു പ്രസ്താവന നടത്തിയിരുന്നു. ഈ ചാർലി കിർക്കിൻ്റെ മരണം അത് ഈ മാഗ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ട്രംപിൻ്റെ ഗ്രൂപ്പ്, മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്നാണ് ഈ മാഗ എന്നതിൻ്റെ ഫുൾ ഫോം. ഈ ഗ്രൂപ്പുകാർ ഒരു അവസരമാക്കി ഉപയോഗിക്കുന്നു. ഈ ചാർലി കിർക്കിനെ ഒരു രക്തസാക്ഷിയാക്കണം, അതോടൊപ്പം തന്നെ ഇതിൻ്റെ ക്രെഡിറ്റ്, അതായത് ഈ ചാർലി കിർക്ക് രക്തസാക്ഷിയായതിൻ്റെ അതൊരു രാഷ്ട്രീയ അവസരമാക്കി മാറ്റാൻ ഈ ട്രംപിൻ്റെ അനുയായികൾ അല്ലെങ്കിൽ മാഗ ഗ്രൂപ്പുകാർ വലിയ രീതിയിൽ അധ്വാനിക്കുന്നുണ്ടെന്ന തരത്തിൽ ഈ ട്രംപിനെ പരിഹസിച്ചുകൊണ്ട് ഈ ജിമ്മി കെമ്മൽ ഒരു പ്രസ്താവന നടത്തി അയാളുടെ പരിപാടിക്കിടയിൽ. തൊട്ടു പിന്നാലെ ട്രംപ് ഇയാളെ നിരോധിക്കണം, ഈ ABC എന്ന് പറയുന്ന ചാനൽ അതിൻ്റെ ലൈസൻസ് അടക്കം റദ്ദാക്കി കളയും എന്ന് പറഞ്ഞുകൊണ്ട് പ്രസ്താവന ഇറക്കി, അല്ലെങ്കിൽ വൈറ്റ് ഹൗസ് അത്തരത്തിൽ നിലപാടെടുത്തു. തൊട്ടു പിന്നാലെ ABC ഇത് കണ്ട് പേടിച്ച് ഇയാളുടെ പരിപാടി തന്നെ അങ്ങ് റദ്ദാക്കി. ഈ 2026 നവംബർ വരെ എങ്ങാണ്ടോ അയാളുടെ കരാറുണ്ട്, അയാളുടെ കരാർ വരെ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു ഈ ജിമ്മി കെമ്മലിൻ്റെ. ഈ ജിമ്മി കെമ്മൽ മാത്രമല്ല, വേറെ 2 അവതാരകരും സമാനമായി ട്രംപിനെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ, കാര്യം ഈ ചാർലി കിർക്കിൻ്റെ കൊലപാതകം ഇത്ര വലിയ സംഭവമാണോ എന്ന തരത്തിൽ ചോദ്യം ചെയ്തു. അവരെയും ട്രംപ് ഇപ്പോൾ നോട്ടം വിട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു കാര്യം ഇവിടെ വ്യക്തമാണ്, ട്രംപ് ഒരു ഏകാധിപതിയുടെ സ്വഭാവത്തിലേക്ക് പോകുന്നു. അയാളെ ആരും വിമർശിക്കാൻ പാടില്ല. അയാളെ വിമർശിക്കുന്നവർക്കെതിരെ അതെന്തായിരിക്കും ഫലം? ഇപ്പോൾ ഈ ചാർലി കിർക്കിൻ്റെ കൊലപാതകവും വലിയ രീതിയിൽ സംശയിക്കപ്പെടുന്നുണ്ട്. കാരണം ഒരു 31 വയസ്സുകാരനായ ഒരു യുവ നേതാവാണ്, വളർന്നു വരുന്ന ഒരു യുവ നേതാവ്. ഒരു മുളയിലെ നുള്ളൽ അജണ്ട അതിലുണ്ടായിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം ബലപ്പെടുന്നുണ്ട്. അതിൻ്റെ ഇടയിലാണ് ഇത്തരത്തിൽ ട്രംപിനെ വിമർശിക്കുന്നതിനെതിരെ, അല്ലെങ്കിൽ ട്രംപിൻ്റെ രാഷ്ട്രീയ അജണ്ടകളെ വിമർശിക്കുന്ന തീവ്ര ഇടതുപക്ഷക്കാരെ എല്ലാം ഭീകരവാദ സംഘടനകളായി പ്രഖ്യാപിച്ചുകൊണ്ട് ട്രംപ് നിലപാടെടുക്കുന്നത്.